നമസ്കാരം. വിഷു വരവായി. വിഷുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആഘോഷങ്ങളെക്കുറിച്ച് പറയാം. വിഷുവിന് അന്ന് രാവിലെ വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും അയൽവക്കത്തുള്ള വീട്ടിലെ ചെറിയ പിള്ളേർ കൃഷ്ണവിഗ്രഹവും കൊണ്ട് കണി കാണും നേരം എന്ന പാട്ടും പാടി വരും. എല്ലാ വീടുകളിലും ഇങ്ങനെ പോകും കണി കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വീടിൻ്റെ മുൻവശത്ത് തിണ്ണയിൽ കൊണ്ടുവന്ന് കൃഷ്ണവിഗ്രഹത്തെ വെച്ചിട്ട് ഇവർ ഒളിച്ചു നിന്നിട്ട് വീട്ടിലുള്ളവരെല്ലാവരും എഴുന്നേറ്റ് വന്ന് കണി കണ്ടത് കഴിയുമ്പോഴത്തേനും ഒളിച്ചു നിന്നവരെല്ലാം വന്ന് നമ്മളവർക്ക് വിഷു കൈനീട്ടം കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്മ ഒരുക്കി വെച്ച കണി കാണും. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി വന്നു കഴിയുമ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം, അമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം, പിന്നെ അയൽവക്കത്തുള്ള സ്വന്തങ്ങളും ബന്ധുക്കാരും എല്ലാവരും കൈനീട്ടം തരും. ഈ കൈനീട്ടമെല്ലാം എണ്ണി നോക്കുന്നത് നിനക്കെത്ര കിട്ടി, എനിക്കെത്ര കിട്ടി എന്ന് കൂട്ടുകാരോടും ചേട്ടനോടും ഒക്കെ അന്വേഷിക്കുന്നത്. ഇതൊക്കെ എന്തോ ഒരു നല്ല ഓർമ്മകളായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ, പടക്കം പൊട്ടിക്കൽ, ഇതൊന്നുമില്ലാതെ കണി ഒരുക്കാനായിട്ട് കാണുന്ന കണിക്കൊന്ന, ഇതൊക്കെ ഗൃഹാതുരത്വം നിറഞ്ഞ എൻ്റെ വിഷുക്കാല ഓർമ്മകളാണ്. ഇതൊക്കെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ വിഷുവിനെക്കുറിച്ച് സംസാരിക്കാം. പകലും രാത്രിയും സമം ആകുന്ന ദിനം എന്നാണ് വിഷു എന്ന പദത്തിന് അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ തന്നെ പകലും രാത്രിയും സമം ആകുന്ന ദിനം ആണ് വിഷു. ആണ്ടിൽ 2 പ്രാവശ്യം വിഷു ഉണ്ട്. തുലാം 1-നും മേടം 1-നും. ഇതിൽ മേടം 1-നാണ് നാം ആചരിക്കുന്നത്. സംക്രാന്തികളിൽ പ്രധാനമാണ് മേടസംക്രാന്തി. മേടസംക്രാന്തി അത്യന്തം പുണ്യവും ആണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത്. സംക്രാന്തി പകൽ ആണെങ്കിൽ പിറ്റേ ദിവസം സംക്രമണ ദിനം ആയി ആചരിക്കുന്നു. വസന്തകാല ഉത്സവം ആണ്. വസന്തകാലം ഋതുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ആണ്. കണിക്കൊന്ന, വെള്ളരിക്ക, നെല്ല്, ഉണക്കലരി, വാൽക്കണ്ണാടി, വസ്ത്രം, ചെമ്പകം, വെറ്റില, അടയ്ക്ക, പൂങ്കുല, ചക്ക, മാങ്ങ, നാളികേരം, അരി, നെല്ല്, ദീപം, നവധാന്യം തുടങ്ങിയവ അടുക്കി വെച്ച് സൂര്യോദയത്തിന് മുൻപ് കാണുന്നതാണ് വിഷുക്കണി. വിഷുക്കണി പ്രത്യാരാധനയുടെ ഭാഗം ആണ്. ഉരുളിയിൽ കണി വസ്തുക്കൾ വയ്ക്കും. ഇത് കണി കണ്ടാൽ അതിൻ്റെ സത്ഫലം അടുത്ത വർഷം മുഴുവനും ലഭിക്കും എന്നാണ് വിശ്വാസം. കണ്ണുകൾ അടച്ച് എണീറ്റ് കണി വസ്തുക്കളുടെ മുൻപിൽ വന്ന് നിന്ന് തൊഴുത് കണ്ണു തുറക്കും. ഇത് പ്രകൃതി മാതാവിനെ പൂജിക്കുന്നതിന് തുല്യം ആണ്. വീട്ടിലെ മുതിർന്ന സ്ത്രീ കണി ഒരുക്കി വെച്ചാണ് കിടക്കുക. രാവിലെ എഴുന്നേറ്റ് കണി കണ്ട ശേഷം അവർ ഓരോരുത്തരെയും വിളിച്ച് കണി കാണിക്കുന്നു. എല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ കണി എടുത്ത് നാൽക്കാലികളെ പോലും കാണിക്കുന്നു. കണി ഒരുക്കൽ, കൈനീട്ടം, പടക്കം, സദ്യ, ക്ഷേത്രദർശനം, വിഷുവിളക്ക് എന്നിങ്ങനെ പല ആചാരങ്ങൾ ഉണ്ട്. കാവുകളിലും ക്ഷേത്രങ്ങളിലും പണ്ടു മുതൽ ഉള്ള ആചാരമാണ് വിഷുവിളക്ക്. വിഷു ദിവസം വൈകിട്ടാണ് ഇത് ആചരിക്കുന്നത്. ആശങ്കകൾ അകന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്ത വിഷു വരെ ജീവിക്കാൻ ജനങ്ങളെ മാനസികമായി പ്രാപ്തരാക്കുന്നു. വിഷു ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാവണം വിളവെടുപ്പിൻ്റെ പ്രതീകമായി വിഷു വിളകളും കണി കാണുന്നത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.